പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം 198 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. വിശ്വാസം വേദപുസ്തകം അടിസ്ഥാനമാക്കി പഠിപ്പിക്കുന്നവർ ആദ്യമേ വേദപുസ്തകത്തെക്കുറിച്ച് പഠിക്കേണ്ടതായിരിക്കുന്നു. സഭയും വേദപുസ്തകവും തമ്മിലുള്ള ബന്ധം ശരിയായി ഗ്രഹിച്ചിട്ടില്ലാത്തവർ വിശ്വാസത്തിൻ്റെ അതിർവിട്ട് പോകുകയാണ് ചെയ്യുന്നത്. സഭയും വേദപുസ്തകവും. അപ്പസ്തോലിക സഭ വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കി ഉണ്ടായതല്ല. പൗരോഹിത്യവും ആരാധനയും വിശ്വാസവും അനുഷ്ഠാനങ്ങളും വേദപുസ്തകത്തിൽ നിന്ന് ഉണ്ടായതും അല്ല. സഭ എന്നുണ്ടായി. പെന്തക്കോസ്തിയിൽ സഭ ഉണ്ടായി എന്ന പെന്തക്കോസ്ത് നിലപാട് ശരിയല്ല. പെസഹായുടെ സന്ധ്യയിൽ പുതിയ ഉടമ്പടി കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി വ്യവസ്ഥ ചെയ്തു. കർത്താവ് ഇത് പുതിയ ഉടമ്പടി രക്തം എന്ന് പ്രഖ്യാപിച്ച് ഉടമ്പടി സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. പെസഹായിൽ സ്ഥാപിതമായ സഭയെ പെന്തിക്കോസ്തിയിൽ ശക്തീകരിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാഭിഷേകം ശിഷ്യന്മാർ പ്രാപിച്ചത് അന്നാകുന്നു. വേദപുസ്തകം എന്നുണ്ടായി. ഇതിന് 2 കാലഘട്ടങ്ങളിലായി എഴുതപ്പെട്ട ചരിത്രമാണ് ഉള്ളത്. പഴയ നിയമം BC 1450 1410 ഇടയിൽ എഴുതിയതായി പണ്ഡിതന്മാർ കണക്കാക്കുന്നു. പുതിയ നിയമമാകട്ടെ AD 50 70 ഇടയ്ക്കാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷമാണ് ഒടുവിൽ എഴുതിയ പുസ്തകം എന്നും അംഗീകരിക്കുന്നു. എന്നാൽ AD 325 വരെയും പുതിയ നിയമസഭയ്ക്ക് അംഗീകരിക്കപ്പെട്ട വേദപുസ്തകം ഉണ്ടായിരുന്നില്ല. AD 325 കൂടിയ നിക്യായുടെ സുനഹദോസാണ് വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമ കാനോൻ ഉണ്ടാക്കിയത്. ഈ കാനോൻ പ്രകാരം 77 പുസ്തകങ്ങൾ ചേർന്നതാകുന്നു വേദപുസ്തകം. ഇതിനെ പിന്നീട് വിശീത്ത എന്ന് വിളിക്കുകയുണ്ടായി. എന്നാൽ നവീകരണ വേദപുസ്തകം നിക്യായുടെ തീരുമാനങ്ങളെ ഉപേക്ഷിച്ച് അവർക്ക് താല്പര്യമുള്ള 66 പുസ്തകങ്ങളെ മാത്രം സ്വീകരിച്ചിരിക്കുന്നു. മാത്രവുമല്ല, 66 പുസ്തകങ്ങളിൽ തന്നെ വെട്ടിത്തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും യഥേഷ്ടം നടത്തിയിരിക്കുന്നു. പുരാതന കയ്യെഴുത്തുകളെ തിരുത്തി എഴുതി പുതിയ വേദപുസ്തകം പ്രചരിപ്പിക്കുകയും അതാണ് അടിസ്ഥാനമായ വിശ്വാസ പ്രമാണം എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ചില കൂട്ടിച്ചേർക്കലുകളും തിരുത്തുകളും ഇവിടെ ഉദാഹരിക്കുക. മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായം 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 7:53 8:11 വാക്യങ്ങൾ, 1 യോഹന്നാൻ 5:7, അപ്പോസ്തല പ്രവൃത്തികൾ 8:37. ഈ വാക്യങ്ങളിൽ പലതും വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കണമെന്ന് നിർബന്ധിക്കുന്നതിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സഭയുടെ അടിസ്ഥാനം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണെന്നാണ് വേദപുസ്തകം സാക്ഷിക്കുന്നത്. വേദപുസ്തകമല്ല സഭയെ നടത്തുന്നത്, വേദപുസ്തകം ആണെന്ന ആ നിലപാടും തിരുത്തിയിട്ട് വചനം പറയുന്നു, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ സകല സത്യത്തിലും വഴി നടത്തും എന്ന്. ഓർക്കുക, വേദപുസ്തകം അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ സഭകൾ അപൂർണവും അവരുടെ അടിസ്ഥാനം തെറ്റുമാകുന്നു എന്നുള്ളത് ഇവിടെ നാം ഉൾക്കൊള്ളുകയും തെറ്റായ അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നതൊന്നും ശാശ്വതമായി നിലനിൽക്കുവാൻ പര്യാപ്തമല്ല എന്ന തിരിച്ചറിവുണ്ടാകുവാനായിട്ടും ഈ എപ്പിസോഡ് വഴി എല്ലാവരെയും സഹായിക്കട്ടെ. ഇത്രയും ശ്രദ്ധിച്ചവർക്ക് നന്ദി. തണ്ണിക്കോട്ടച്ചൻ.